ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ സുദിനം. ഇന്നത്തെ പ്രതികൂല സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ പൊങ്കാല തയ്യാറാക്കുന്നുണ്ടാവും. വീട്ടിൽ പൊങ്കാലയിടുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ശർക്കര പൊങ്കലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമല്ലോ. ശരി, നമുക്ക് പൊങ്കലുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ച് പയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. മൂങ് ദാൽ എന്ന് പറയും. അപ്പോൾ അതിനെ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് എൻ്റെ പച്ചമണം മാറാൻ. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കേണ്ടതുണ്ട്. അതിന് ഞാനൊരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ പായസത്തിന് എന്തായാലും മധുരം നമുക്ക് കൂടിയേ തീരും അല്ലേ. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി ഞാനൊരു 250 ml കപ്പിൽ പച്ചരി എടുത്തിട്ടുണ്ട്. അത് കഴുകിയെടുത്തിട്ട് വരാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രം തന്നെ നമ്മൾ പായസത്തിനായിട്ട് എടുക്കുക. ഞാൻ അതിലൊരു 6.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ പച്ചരി അളന്നില്ലേ, അതേ കപ്പിൽ തന്നെയാണ്. ഇനി നമുക്ക് ആ പച്ചരി കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയ പച്ചരി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പൊങ്കാലയ്ക്ക് ഇടുന്ന പോലെ തന്നെ. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഈ പയർ പരിപ്പാണ്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വേകട്ടെ. ഒരു അരമണിക്കൂർ എടുക്കാം. അപ്പോൾ ഓരോ പച്ചരിയുടെ വേഗ് വ്യത്യസ്തമാണ്. ഇത് ഏകദേശം ഒരു 1/2 hour എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് പാലും കൂടെ അതിലോട്ട് മിക്സ് ചെയ്തു. ഒരു 90% വെന്ത ഈ അരിയിലേക്ക് ഞാൻ 1 കപ്പ് പാൽ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം. ഞാൻ സാധാരണ പാലാണ് എടുത്തത്. അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. വീണ്ടും അതൊരു വേഗമാകുമ്പോഴേക്കും നമുക്ക് ശർക്കര പാനിയാക്കിയത് ഒന്ന് അരിച്ചെടുത്ത് കൊടുക്കാം. കാരണം ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തത്. ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ചീകിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചേർക്കേണ്ടത്? നല്ല ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി അതുകൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും. പായസത്തിൻ്റെ ഈ സ്മെല്ല് നമ്മൾ പൊങ്കാല ഇടുന്ന എല്ലാവർക്കും ആസ്വാദ്യകരമാണല്ലോ അല്ലേ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നെയ്യിൽ കിസ്മിസും നട്ട്സും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ പൊങ്കാലയ്ക്ക് ഇതൊന്നും ചേർക്കാറില്ല അല്ലേ. ഇതിപ്പോൾ വീട്ടിലായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണേ. അത് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. പക്ഷേ നെയ്യ് ഇത്തിരി കൂടുതലായാൽ കുറച്ചുകൂടെ സ്വാദ് കിട്ടും. അതൊന്ന് നമുക്ക് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഒരു കപ്പിലോട്ട് മാറ്റാം. ഇനി ഞാനൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ചെറുപഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടമുള്ള പഴം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാലിപ്പൂവനോ പാളയംകുടനോ ഏത് വേണോ എടുക്കാം. ഒരു 4-5 എണ്ണം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ പായസത്തിന് കടുക് വറക്കുന്ന പോലെ ഒരു സംഭവമാണിതല്ലേ. അപ്പോൾ അതുകൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ നട്ട്സും കിസ്മിസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നല്ലേ. ശരി, നമുക്ക് ഇത് പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാം. ഇന്ന് ദേവിയുടെ നടയിൽ പൊങ്കാല ഇടാൻ സാധിക്കാത്തവർ വീട്ടിൽ പൊങ്കാല ഇട്ട് സായുജ്യം അടഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ഈ പൊങ്കൽ അസാധ്യ രുചിയാണ് കേട്ടോ, പറയാതെ വയ്യ. നിങ്ങളും ട്രൈ ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ ശർക്കര പൊങ്കലാണ്. പായസം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതിൻ്റെ രുചി മറക്കാനാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ അല്ലേ. പുതിയ ഒത്തിരി വീഡിയോസ് ദേവ്സ് കുക്കിംഗ് വേൾഡ് വരുന്നുണ്ട്. എല്ലാം കാണാൻ മറക്കരുത്. കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.